പൈൽസ് വരാതിരിക്കാനും വന്നവർക്ക് പിന്നീട് വരാതിരിക്കാനും മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ കരുതുന്നുണ്ടോ പൈൽസ് മെഡിസിൻ കൊണ്ട് മാത്രം ഭേദമാക്കാൻ പറ്റുമെന്ന്? എന്നാൽ അങ്ങനെയല്ല. നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മുടെ ഡെയിലി ലൈഫ് സ്റ്റൈലിൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക. ജങ്ക് ഫുഡ്, പാക്ക്ഡ് ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്, അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇതുമൂലം എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ ഇൻഡൈജഷൻ ഉണ്ടാവും, ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാവും, അതുമൂലം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കോൺസ്റ്റിപ്പേഷൻ പൈൽസ് ഉണ്ടാക്കാനുള്ള കാരണമാകും. ഫൈബർ റിച്ച് ഫുഡ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വാട്ടർ ഇൻടേക്കും. നമ്മൾ ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. ഇല്ലാത്ത പക്ഷം കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. സെഡൻറ്ററി ലൈഫ് ഒഴിവാക്കിയിട്ട് ആക്ടിവിറ്റി, അതായത് എക്സസൈസോ അല്ലെങ്കിൽ വാക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ് ഇപ്പോൾ ഭൂരിഭാഗം ആളുകളും. അങ്ങനെ ആകുമ്പോൾ പൈൽസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഉറക്കവും ലേറ്റ് ആയിട്ടുള്ള ഭക്ഷണം, രാത്രി വൈകി ഉറങ്ങുന്നതും ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നതും പൈൽസ് ഉണ്ടാക്കാനുള്ള കാരണമാകും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഒഴിവാക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് ആൽക്കഹോളും അതുപോലെ തന്നെ സ്മോക്കിങ്ങും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് പൈൽസ് വരാതിരിക്കാനും വന്നവർക്ക് പിന്നീട് വരാതിരിക്കാനും മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതുപോലുള്ള ഹെൽത്തി ടിപ്സിനായിട്ട് ഈ കാണുന്ന പേജ് ഫോളോ ചെയ്യുക. ഡോക്ടർ കൺസൾട്ടേഷനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.